ആപ്പിൾ ഇവന്റിൽ ആപ്പിൾ 5 പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വണ് എയർപോർട്സ് പ്രോ 3 ലൈവ് ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. രണ്ടുപേർ എയർപോർട്സ് യൂസ് ചെയ്യുന്ന സമയത്ത് രണ്ടുപേരും ഡിഫറെന്റ് ലാംഗ്വേജിൽ സംസാരിക്കുന്നതാണെങ്കിൽ രണ്ടുപേർക്കും അവരുടേതായ ലാംഗ്വേജിൽ എയർപോർട്സ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹാർട്ട് റേറ്റ് സെൻസറും ഈ ഒരു എയർപോർട്സ് പ്രോ 3 അവൈലബിൾ ആണ്. 50 ടൈപ്സ് ഓഫ് എക്സസൈസും കാര്യങ്ങളൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. വർക്കൗട്ട് ബഡി എന്നിട്ടുള്ള ഫീച്ചർ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് എയർപോർട്സിലൂടെ നമുക്ക് മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനിലും നല്ലൊരു ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത്. എയർപോർട്സ് പ്രോ 3യുടെ ബാറ്ററിയിൽ നല്ല ഇംപ്രൂവ്മെന്റ് എന്നാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ യൂസ് ചെയ്തിട്ട് 8 hours യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. IP57 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസും അവൈലബിൾ ആണ്. എയർപോർട്സ് പ്രോ 3യുടെ കൂടെ 5 ഡിഫറെന്റ് സൈസ് ഓഫ് ഇയർ ടിപ്സ് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഫിറ്റിംഗ് എയർപോർട്സ് എവർ ആണ് ഇത്തവണ ആപ്പിൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ആപ്പിൾ വാച്ച് ആണ്. 3 ആപ്പിൾ വാച്ചുകളാണ് ആപ്പിൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ആപ്പിൾ വാച്ച് 11, ആപ്പിൾ വാച്ച് SE, ആപ്പിൾ വാച്ച് അൾട്ര 3. ആപ്പിൾ വാച്ച് 11ലും ആപ്പിൾ വാച്ച് അൾട്ര 3ലും ബ്ലഡ് പ്രഷർ നോട്ടിഫിക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹൈ BP ഒക്കെ വന്നതാണെങ്കിൽ ആപ്പിൾ വാച്ച് നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. സ്ലീപ്പ് സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഫീച്ചറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ സ്ലീപ്പ് മോണിറ്റർ ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്കോറും കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. 4 കളറുകളിലായിട്ടാണ് ആപ്പിൾ വാച്ച് 11 അവൈലബിൾ ആവുക. അടുത്തതായിട്ട് ആപ്പിൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് iPhone 17 ആണ്. iPhone 17ൽ എടുത്തു പറയേണ്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാണെങ്കിൽ 120 ഹെർട്സിന്റെ പ്രൊമോഷൻ ഡിസ്പ്ലേ ഐഫോൺ കൊണ്ടുവന്നിരിക്കുകയാണ്. നോർമലി ആൻഡ്രോയിഡ് യൂസേഴ്സ് ഐഫോൺ യൂസേഴ്സിനെ കളിയാക്കുന്ന ഒരു മെയിൻ കാര്യമാണ് 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു കാര്യത്തിനും ഒരു സൊല്യൂഷൻ ആയിരിക്കുകയാണ്. ഡിസൈനിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസോ കാര്യങ്ങളൊന്നും ഇല്ല. 48 മെഗാ പിക്സലിന്റെ ഡ്യുവൽ ക്യാമറയാണ് ബാക്ക് സൈഡിൽ നൽകിയിരിക്കുന്നത്. സെൽഫി ക്യാമറയിൽ നല്ലൊരു ഇംപ്രൂവ്മെന്റ് തന്നെ ആപ്പിൾ ഇത്തവണ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 80 മെഗാ പിക്സലിന്റെ സ്ക്വയർ സെൻസർ ആണ് സെൽഫി ക്യാമറയിൽ നൽകിയിരിക്കുന്നത്. നമ്മളിപ്പോൾ സെൽഫി എടുക്കുന്ന സമയത്ത് ഈ ഒരു പൊസിഷനിൽ ഫോൺ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫോട്ടോസ് ഐഫോണിൽ നിന്നും ഇനി മുതൽ എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പ്രോസറായിട്ട് നൽകിയിരിക്കുന്നത് A19 ആണ്. പ്രൊമോഷൻ ഡിസ്പ്ലേയോട് കൂടി വരുന്ന ഈ ഒരു ഫോണിൽ നമുക്ക് 1 Hz to 120 Hz വരെ വേരിയബിൾ റിഫ്രഷ് റേറ്റിൽ വർക്ക് ചെയ്യുന്നതായിരിക്കും. ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും ഈ ഒരു ഫോണിൽ പോസിബിൾ ആണ്. iPhone 17ന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.3 ഇഞ്ച് ആണ്. iPhone 17ൽ ഇത്തവണ മുതൽ 256 GB മുതലാണ് സ്റ്റോറേജ് കപ്പാസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 3000 nits ആണ്. ഫാസ്റ്റ് വയർഡ് ചാർജിങ്ങും പോസിബിൾ ആണ്. സെറാമിക് ഷീൽഡ് 2ന്റെ പ്രൊട്ടക്ഷൻ ആണ് ഫ്രണ്ട് ഗ്ലാസിൽ നൽകിയിരിക്കുന്നത്. നല്ല അടിപൊളി കളേഴ്സിൽ iPhone 17 അവൈലബിൾ ആണ്. അടുത്തതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് iPhone Air എന്ന് പറഞ്ഞിട്ടുള്ള ഫോണാണ്. ഐഫോണിന്റെ തന്നെ ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ഫോൺ എന്നാണ് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത്. വെറും 5.6 mm മാത്രമാണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. 6.5 ഇഞ്ചിന്റെ സൂപ്പർ റെറ്റിന XDR ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത്. സെറാമിക് ഷീൽഡ് 2ന്റെ പ്രൊട്ടക്ഷൻ ആണ് നൽകിയിരിക്കുന്നത്. iPhone 17 Air ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് ടൈറ്റാനിയം ആണ്. അതുകൊണ്ട് തന്നെ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയായിരിക്കും. 48 മെഗാ പിക്സലിന്റെ ഫ്യൂഷൻ ക്യാമറ സിസ്റ്റം ആണ് റിയർ സൈഡിൽ നൽകിയിരിക്കുന്നത്. സിംഗിൾ ക്യാമറ എന്ന് പറയുന്നത് ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓൾ ഡേ ബാറ്ററി ലൈഫാണ് ആപ്പിൾ പ്രോമിസ് ചെയ്യുന്നത്. അത് ഫോൺ കിട്ടിയതിന് ശേഷം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. iPhone 17 Air വേൾഡ് വൈഡ് eSIM വെർഷൻ ആണ് അവൈലബിൾ ആകുക. നോർമൽ ഫിസിക്കൽ സിം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. സെൽഫി ക്യാമറ ആയിട്ട് നൽകിയിരിക്കുന്നത് 80 മെഗാ പിക്സലിന്റെ സെന്റർ സ്റ്റേജ് ക്യാമറയാണ്. സ്ക്വയർ സെൻസർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് ഓറിയന്റേഷനിലും സെൽഫീസ് എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. A19 Pro ചിപ്സെറ്റ് ആണ് ആപ്പിൾ iPhone 17 Airൽ നൽകിയിരിക്കുന്നത്. iPhone 17 Air 4 ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് അവൈലബിൾ ആകുന്നത്. അടുത്തതായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് iPhone 17 Pro സീരീസ് ആണ്. 3 കളറുകളിലായിട്ടാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആകുന്നത്. പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഓറഞ്ച് കളറാണ്. മെയിൻ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇത്തവണ ബ്ലാക്ക് കളർ അവൈലബിൾ അല്ല. ക്യാമറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 48 മെഗാ പിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറയാണ് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 4x 8x സൂം സപ്പോർട്ടും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ iPhone 17 Proയിൽ 6.3 ഇഞ്ചും iPhone 17 Pro Maxൽ 6.9 ഇഞ്ചും ആണ് നൽകിയിരിക്കുന്നത്. സെൽഫി ക്യാമറ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് 80 മെഗാ പിക്സലിന്റെ സെന്റർ സ്റ്റേജ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ക്യാമറ എന്നാണ്. ഒരു യൂണിബോഡി ഡിസൈനിലാണ് ഇപ്രാവശ്യത്തെ iPhone Pro സീരീസ് അവൈലബിൾ ആകുന്നത്. തവണ അലൂമിനിയം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹീറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അലൂമിനിയത്തിലേക്ക് മാറിയിരിക്കുന്നത്. ആപ്പിളിന്റെ തന്നെ വേപ്പർ ചാമ്പർ കൂളിംഗ് സിസ്റ്റവും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. പ്രോസറായിട്ട് നൽകിയിരിക്കുന്നത് A19 Pro ചിപ്സെറ്റ് ആണ്. ഒരു ബിഗർ ബാറ്ററി എന്ന iPhone 17 Pro Max അവൈലബിൾ ആണ്. iPhone 17 Pro സീരീസിൽ eSIM ഓൺലി വെർഷനിൽ ഫിസിക്കൽ സിം ഉള്ള iPhone 17 Pro സീരീസിനെക്കാട്ടിയും വലിയ ബാറ്ററിയാണ് നൽകിയിരിക്കുന്നത്. സോ ഇത്തവണ ബാറ്ററി ബാക്കപ്പ് കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണമെന്നുള്ള രീതിയിലാണെങ്കിൽ eSIM വെർഷൻ ആണ് എടുക്കുന്നത് ബെറ്റർ. iPhone 17 Pro സീരീസിൽ 40 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും അവൈലബിൾ ആണ്. ചാർജർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കേണ്ടതായിട്ടുണ്ട്. iPhone 17 Pro Maxൽ ഇത്തവണ 2 TBയുടെ ഒരു വേരിയന്റും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു 5 പ്രൊഡക്റ്റുകളാണ് ആപ്പിൾ ഇവന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്.